ഹലോ എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാർട്ടിന്റെ വർക്കിംഗ് ഒക്കെ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഹാർട്ടിന്റെ വർക്കിംഗ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്നും ബ്ലഡ് ഹാർട്ടിലേക്ക് വരുന്നുണ്ടെന്നല്ലേ. അതായത് റൈറ്റ് ഏട്രിയത്തിലേക്കാണ് ഡിഫറെന്റ് ബോഡി പാർട്സിൽ നിന്നും ബ്ലഡ് വരുന്നത്. ഇനി അതെവിടേക്ക് പോകും? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി വഴി എവിടേക്ക് പോകുന്നു? ലങ്സിലേക്ക് അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് പോകുന്നു അല്ലെ. അപ്പൊ ലങ്സിൽ അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ എന്ത് കൊടുക്കും? കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കും. കൊടുത്തിട്ട് അവിടെ നിന്ന് എന്തിനെ സ്വീകരിക്കുന്നു? ഓക്സിജനെ സ്വീകരിക്കുന്നു. ഓക്സിജൻ എടുത്തിട്ട് ആ ബ്ലഡ് എവിടേക്ക് തിരിച്ചെത്തുന്നു? ഹാർട്ടിലേക്ക്. ഹാർട്ടിൽ ഏത് ചേമ്പറിലേക്കായിരുന്നു എത്തുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിലേക്കായിരുന്നു അല്ലെ. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? പൾമണറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സിര വഴിയാണ് അല്ലെ. ഇനി ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും അത് എവിടേക്ക് പോകും? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോർട്ട അല്ലെങ്കിൽ മഹാധമനി വഴി ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് പോകും. അപ്പൊ നോക്കിക്കേ, സെയിം ബ്ലഡ്, അതായത് ഒരേ ബ്ലഡ് തന്നെയാണ് രണ്ട് പ്രാവശ്യം എവിടേക്ക് പ്രവേശിച്ചത്? നമ്മുടെ ഹാർട്ടിലേക്ക് പ്രവേശിച്ചത്. ഇങ്ങനെ ഒരേ ബ്ലഡ് തന്നെ രണ്ട് പ്രാവശ്യം ഹാർട്ടിനകത്തിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് ഈ സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ദ്വിപര്യനം എന്ന് വിളിക്കും. അതായത് സെയിം ബ്ലഡ് റീച്ചസ് ഹാർട്ട് ട്വൈസ്. രണ്ട് പ്രാവശ്യം ഒരേ ബ്ലഡ് എവിടേക്ക് എത്തുന്നു? ഹൃദയത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെയുള്ള സർക്കുലേഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡബിൾ സർക്കുലേഷൻ. അപ്പൊ ഈ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു തവണ ലങ്സിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തുന്നു. പിന്നീട് ഒരു തവണ എന്ന് പറയുന്നത് ഡിഫറെന്റ് പാർട്സിൽ നിന്നും ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള സർക്കുലേഷൻ ആണ് ഇവിടെ ഉള്ളത്, ഡബിൾ സർക്കുലേഷനിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് പൾമണറി സർക്കുലേഷൻ അല്ലെങ്കിൽ പൾമണറി പര്യനം. രണ്ടെന്ന് പറയുന്നത് സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് പര്യനം. പൾമണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഹാർട്ടിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൽ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ബ്ലഡ് എവിടേക്ക് പോകും? ലങ്സിലേക്ക് പോകും. അത് ഏത് വഴിയാണ് പോകുന്നത്? പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി വഴിയാണ്. ഇനി ലങ്സിൽ എത്തിയിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡിനെ അവിടെ കൊടുത്തിട്ട് അവിടെ നിന്നും എന്ത് സ്വീകരിക്കുന്നു? ഓക്സിജനെ സ്വീകരിക്കുന്നു. ആ ബ്ലഡ് തന്നെ പൾമണറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സിര വഴി എവിടേക്ക് എത്തുന്നു? ഹാർട്ടിലേക്ക് എത്തുന്നു. അപ്പൊ ഹാർട്ടിൽ നിന്നും പോയി ലങ്സിലൂടെ എവിടേക്ക് തന്നെ തിരിച്ചെത്തുന്നു? ഹാർട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഈ സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് പൾമണറി സർക്കുലേഷൻ അല്ലെങ്കിൽ പൾമണറി പര്യനം. അപ്പൊ ഈ പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഈ പൾമണറി സർക്കുലേഷൻ ആരംഭിക്കുന്നതെന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഏത് ചേമ്പറിൽ നിന്നുമാണ്? എവിടെ നിന്നുമാണ് ബ്ലഡ് ലങ്സിലേക്ക് പോകുന്നത്? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നുമാണ് ഇല്ലേ. അപ്പൊ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും എവിടേക്ക് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. ഇത് വഴിയാ പോകുന്നത്? പൾമണറി ആർട്ടറി വഴി. എന്നിട്ട് ലങ്സിൽ നിന്നും പൾമണറി വെയിൻ വഴി എവിടേക്ക് എത്തുന്നു? ഹാർട്ടിന്റെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അപ്പൊ റൈറ്റ് വെൻട്രിക്കിൾ മുതൽ ലെഫ്റ്റ് ഏട്രിയം വരെ ഉള്ള സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് പൾമണറി സർക്കുലേഷൻ. അപ്പൊ പൾമണറി സർക്കുലേഷൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? റൈറ്റ് വെൻട്രിക്കിൾ ആണ് ഇല്ലേ. റൈറ്റ് വെൻട്രിക്കിളിൽ സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന തരത്തിലുള്ള സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് പൾമണറി സർക്കുലേഷൻ. ഇനി അതുകൂടാതെ തന്നെ നമുക്കറിയാം, ഇപ്പൊ ഹാർട്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിയിട്ടുണ്ട് അല്ലെ. ഇനി ആ ബ്ലഡ് എന്ന് പറയുന്നത് അയോർട്ട വഴി അല്ലെങ്കിൽ മഹാധമനി വഴി ബോഡി പാർട്സിലേക്ക് പോകും. ഇനി ബോഡി പാർട്സിൽ നിന്നും അത് തിരിച്ച് എവിടേക്ക് തന്നെ എത്തുന്നു? ഹാർട്ടിലേക്ക് എത്തുന്നു. ഏതുവഴിയാണ്? വീനക്കാവ് വഴിയാണ് അല്ലെ. മഹാസിര വഴിയാണ്. മഹാസിരയ്ക്ക് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്, സുപ്പീരിയർ വീനക്കാവ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ, അല്ലെങ്കിൽ ഊർധ്വ മഹാസിരയും അധോ മഹാസിരയും. അവ വഴി എവിടേക്ക് എത്തുന്നു? ഹാർട്ടിലേക്ക് എത്തുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് രണ്ടാമത്തെ സർക്കുലേഷൻ. ഏതാണ് രണ്ടാമത്തെ സർക്കുലേഷൻ? സിസ്റ്റമിക് സർക്കുലേഷൻ ആണ് അല്ലെ. അതെന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ്. അതായത് ഇടത് ഏട്രിയത്തിലേക്കാണ് എന്ത് വന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡ്. അത് ഇടത് ഏട്രിയത്തിൽ നിന്നും അല്ലെങ്കിൽ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് കടക്കും. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നുമാണ് ബോഡി പാർട്സിലേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോർട്ട വഴി ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് എത്തും. ഇനി ഡിഫറെന്റ് ബോഡി പാർട്സിൽ ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് മെറ്റീരിയൽസും ഒക്കെ എടുത്തിട്ട് അത് വെയിൻസ്, സിരകൾ വഴി വീനക്കാവ അല്ലെങ്കിൽ മഹാസിര വഴി എവിടേക്ക് പ്രവേശിക്കുന്നു? ഹാർട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഹാർട്ടിലേക്ക് പ്രവേശിക്കുന്ന ഏത് ചേമ്പറിലേക്കാണ്? റൈറ്റ് ഏട്രിയത്തിലേക്കാണ് അല്ലെ. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു റൈറ്റ് ഏട്രിയം ഉള്ള സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പൊ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ്, എൻഡ് ചെയ്യുന്ന അവസാനിക്കുന്നത് എന്ന് പറയുന്നത് റൈറ്റ് ഏട്രിയമാണ്. ഇനി പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? റൈറ്റ് വെൻട്രിക്കിളിൽ സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. അപ്പൊ ഈ തരത്തിലുള്ള രണ്ട് സർക്കുലേഷൻ ഏതൊക്കെയാണ്? പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും കൂടെ ചേർന്നതാണ് ഡബിൾ സർക്കുലേഷൻ. അപ്പൊ എന്താണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെയിം ബ്ലഡ് റീച്ചസ് ഹാർട്ട് ട്വൈസ്. രണ്ട് തവണ
ഒരേ ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തുന്നു. അപ്പൊ അതിനകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സർക്കുലേഷൻസ് ഏതൊക്കെയാണ്? പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും. പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിൾ ആണ്, എൻഡ് ചെയ്യുന്നത് അവസാനിക്കുന്നത് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഏട്രിയമാണ്. ഇനി സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്, എൻഡ് ചെയ്യുന്നത് റൈറ്റ് ഏട്രിയത്തിലാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാൻ ഡബിൾ സർക്കുലേഷൻ. അപ്പൊ നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പൊ ഹാർട്ടിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതായത് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കണം നമ്മളുടേത്. അതായത് ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ആഹാരശീലങ്ങൾ എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിലുള്ളതൊന്നും അല്ല അല്ലേ. അതായത് കൂടുതൽ കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരമൊക്കെയാണ് നമ്മൾ റെഗുലർലി എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് എക്സർസൈസ് ഒന്നുമില്ല ഇല്ല, വ്യായാമമൊക്കെ കുറവാണ്. ഇനി മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമുണ്ട്. അതുപോലെ തന്നെ സ്മോക്കിങ്, ആൽക്കഹോൾ യൂസ് തുടങ്ങിയവയൊക്കെ ഒരുപാട് പേര് പിന്തുടർന്നു വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഹാർട്ട് പേഷ്യൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയുള്ള രീതികളാണ് തുടർന്ന് വരാൻ പറ്റുന്നത്? ഒന്നെന്ന് പറയുന്നത് ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കണം? നല്ല രീതിയിലുള്ളതായിരിക്കണം. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതലായിട്ട് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് എക്സർസൈസ് ചെയ്യണം അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക. മെന്റൽ സ്ട്രെസ് ഒക്കെ എന്ത് ചെയ്യുക? പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതായത് മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളൊക്കെ ഒഴിവാക്കുക. ഇനി പൊണ്ണത്തടി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അതായത് കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരമൊക്കെ, പൊരിച്ചതോ വറുത്തതായിട്ടുള്ള ആഹാരമൊക്കെ ഒഴിവാക്കണം. എപ്പോഴും ഹൈറ്റിന് അനുസരിച്ചിട്ടുള്ള വെയിറ്റ് എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഹാർട്ടിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി അതുകൂടാതെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലെ, അതിനകത്ത് കൊഴുപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികളിലൊക്കെ എന്ത് ചെയ്യും? കൊഴുപ്പടിഞ്ഞു കൂടും. ഇതുമൂലം ഉണ്ടാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അതെറോസ്ക്ലീറോസിസ്. അതെറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഡിപ്പോസിറ്റഡ് ഇൻ ആർട്ടറീസ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു എ കണ്ടീഷൻ കോൾഡ് അതെറോസ്ക്ലീറോസിസ്. അതായത് ധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അതെറോസ്ക്ലീറോസിസ്. ഇനി ഇത് കൂടാതെ തന്നെ നമ്മുടെ കൊറോണറി ധമനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കൊറോണറി ആർട്ടറി. അതായത് നമ്മുടെ ഹാർട്ടിനും എന്ത് വേണം? ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ വേണം. അത് കൊടുക്കാനായിട്ട് പോകുന്ന ബ്ലഡ് വെസലാണ് ഏതെന്ന് പറയുന്നത്? കൊറോണറി ആർട്ടറി. അപ്പൊ ഈ കൊറോണറി ആർട്ടറിയിൽ ബ്ലഡ് എന്ത് ചെയ്യും? ക്ലോട്ട് ചെയ്യും, രക്തം കട്ട പിടിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് കൊറോണറി ത്രോംബോസിസ്. ഇനി ഇത് കൂടാതെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൽ അല്ലെങ്കിൽ ആർട്ടറീസിലൊക്കെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് മൂലം, അതായത് ബ്രെയിനിലേക്കുള്ള ആർട്ടറീസിലൊക്കെ ഫാറ്റ് അടിഞ്ഞു കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് വെസൽ റപ്ചർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുമൂലം ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഏതെന്ന് പറയുന്നത്? സ്ട്രോക്ക്. അപ്പൊ എങ്ങനെയായാലും നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലെ, അല്ലെങ്കിൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സും അതുപോലെയുള്ള മറ്റ് റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഭക്ഷണശീലങ്ങളും വ്യായാമവും ഒക്കെ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇനി അതുകൂടാതെ തന്നെ ലോക ഹൃദയ ദിനം എന്ന് പറയുന്നത്, വേൾഡ് ഹാർട്ട് ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബർ 29 ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. 24 hours വർക്ക് ചെയ്യാണ് അല്ലെ. അപ്പൊ അതിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് മരണത്തിലേക്ക് വരെ നയിക്കാം. അതായത് ഇപ്പൊ ഈ കൊറോണറി ത്രോംബോസിസ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ നയിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ഹാർട്ടിനെ വളരെയധികം എന്ത് ചെയ്യുക? നല്ല രീതിയിലായിട്ട് പരിചരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് അതിന് ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡബിൾ സർക്കുലേഷനും അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഹെൽത്തിനെ കുറിച്ചും പറയാം. ഈ പാഠത്തിൽ നമ്മളിപ്പോൾ നമ്മളുടെ ഡൈജഷനും അതുപോലെ തന്നെ സർക്കുലേഷനും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്ലാന്റ്സിന്റെ ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.